റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിനെ മലയാളികൾ പെട്ടെന്ന് മറക്കുവാൻ സാധ്യതയില്ല. ബിനിലിനൊപ്പം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ കുറാഞ്ചേരി സ്വദേശിയായ ജയിൻ കുര്യൻ ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ എത്താൻ അധികാരികളോട് അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ്. യുദ്ധത്തിനിടെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജയിൻ കുര്യനെ വീണ്ടും യുദ്ധമുഖത്ത് എത്തിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യൻ പട്ടാളം. തന്നെ ക്യാമ്പിലേക്ക് മടക്കി അയക്കാൻ പോകുന്നുവെന്നും രക്ഷിക്കണം എന്നുമാണ് ജയിൻ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. പട്ടാള ക്യാമ്പിലെത്തിയാൽ തിരികെ വരാൻ തനിക്കാവില്ല എന്നും സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നും ജയിൻ സഹായം അഭ്യർത്ഥിക്കുന്നു. താൻ ക്യാമ്പിലെത്തിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ട് എന്നും ജയിൻ പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അതേ യൂണിറ്റിലേക്ക് തന്നെ തിരിച്ചെത്താനാണ് ജയിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നും തന്നെ തിരികെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നും ജയിൻ കുര്യൻ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് യുദ്ധത്തിനിടെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ജയിൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ക്യാമ്പിലേക്ക് തിരികെ എത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിച്ചത്. ക്ലിൻസിയിലെ പട്ടാള ക്യാമ്പിൽ എത്താനാണ് അറിയിപ്പ്. ആശുപത്രി അധികൃതർ വഴിയായിരുന്നു ജയിൻ കുര്യന് അറിയിപ്പ് ലഭിച്ചത്. മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും പട്ടാള ക്യാമ്പിലെത്താനും 30 ദിവസം ചികിത്സാ അവധിയിൽ പ്രവേശിക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ പട്ടാള ക്യാമ്പിലെത്തിയാൽ തിരികെ വരാൻ തനിക്കാവില്ല എന്നാണ് ജയിൻ വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി മുഴുവൻ ഇന്ത്യക്കാരെയും മോചിപ്പിക്കാനുള്ള ഓർഡർ നൽകിയെങ്കിലും തന്നെ മാത്രം അവർ റിലീസ് ചെയ്തില്ല എന്നും ജയിൻ പറയുന്നു. ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും സഹായിക്കുന്നുണ്ട് എങ്കിലും മറ്റു വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നും യുവാവ് വീഡിയോ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. യുദ്ധമുഖത്ത് പരിക്കേറ്റ് ഏറെക്കാലത്തെ ചികിത്സയ്ക്കു ശേഷമാണ് ജയിൻ കുര്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ജയിൻ തന്നെയാണ് കൂടെയുണ്ടായിരുന്ന ബിനിൽ ബാബു യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അറിയിച്ചതും. പിന്നാലെ ഇന്ത്യൻ എംബസി ബിനിലിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഏജന്റ് മുഖേനയാണ് ജയിൻ അടങ്ങിയ 3 പേർ റഷ്യയിലേക്ക് പോയത്. മികച്ച ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോയ ഇവരെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർക്കുകയായിരുന്നു.